എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു വിതരണം നമുക്ക് ഇപ്പോൾ എത്താൻ പോവുകയാണ്. അതിന്റെ മാറ്റങ്ങളെല്ലാം തന്നെയും PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെയും PM കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് അടുത്ത ഗഡു കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഗഡു വിതരണത്തിന്റെ നമുക്ക് എത്രാമത്തെ ഗഡുവാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 11ാമത്തെ ഗഡു വരെയാണ് നമുക്ക് സ്റ്റാറ്റസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 20ാമത്തെ ഗഡു വിതരണം ഇവിടെ ബ്ലാങ്ക് പോലെ വന്ന് നിൽക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു വിതരണം എത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നമുക്കിപ്പോൾ പുതുതായിട്ട് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിൽ നമുക്ക് നിരവധി മാറ്റങ്ങളാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും ഒക്കെ കതിറാപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്നൊരു കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫാർമർ ID, എൻറോൾമെന്റ് ID ഇല്ലാത്തവർക്ക് PM കിസാൻ സമ്മാൻ നിധി ലഭിക്കില്ല എന്നുള്ളൊരു പുതിയ നിയമം കൂടെ ഈ മെയ് 14ാം തീയതി മുതൽ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയുമല്ല. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയങ്ങൾ നമുക്കുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്നതാണ്. ആ സമയത്തൊക്കെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ കൃഷി ഓഫീസിലൊക്കെ ഭയങ്കര തിരക്കാണ് എന്നുള്ളൊരു അറിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം 100 ടോക്കൺ വരെയാണ് ഒരു ദിവസമൊക്കെ കൊടുക്കുന്നത് ഈ എൻറോൾമെന്റ് ID എടുക്കാനായിട്ട്. എൻറോൾമെന്റ് ID എടുക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ID ആണ്, അത് എടുക്കണം. പക്ഷെ അതിന് ഇത്ര ധൃതി പിടിച്ചും നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയും നമുക്കിപ്പോൾ ഇല്ല. നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു വിതരണം എല്ലാവർക്കും തന്നെ നമ്മൾ 19ാമത്തെ ഗഡുക്കൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു വിതരണം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷിച്ചിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരുടെയൊക്കെ അപ്രൂവലാക്കി കൊടുത്തിട്ടുണ്ട്. കുറെ പേരുടെ ഇപ്പോഴും പെൻഡിങ്ങിലേക്ക് നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെയും നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ മാത്രം അപ്രൂവൽ കിട്ടി വെരിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ സ്റ്റേറ്റ് ലെവലും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ലെവലിലേക്കും ആ സാധനം നമുക്ക് വെരിഫൈയും അപ്രൂവലും ആയിട്ടില്ല. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത്തവണ എന്താണെന്നറിയില്ല, ഒത്തിരി ആൾക്കാർക്കും അങ്ങനെയും പുതിയ വെരിഫിക്കേഷനിലെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തത് അവരുടെ വെബ്സൈറ്റിന്റെ കുഴപ്പങ്ങളാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെയും അറിയില്ല. എന്തായാലും അഗ്രി സ്റ്റാക്ക് എന്നൊരു ഫാർമർ ID രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാനൊക്കെ ആയിട്ടുള്ള സമയങ്ങളുള്ളതാണ്. ഇപ്പോൾ എന്തായാലും PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം എത്താൻ പോവുകയാണ്. നമുക്കിവിടെ നമ്മുടെ വെബ്സൈറ്റിൽ അത് വ്യക്തമായിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ്. അടുത്ത 20ാമത്തെ ഗഡു വിതരണത്തിന്റെ അടുത്ത ഒരു കോളം നമുക്ക് അവിടെ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതുവരെയും വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം. PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം വരുന്നതിന് മുന്നേ തന്നെയും നമുക്ക് അടുത്ത ഗഡുവിന്റെ, ഇപ്പോൾ 20ാമത്തെ ഗഡുവാണ് ലഭിക്കാനുള്ള, ആ 20ാമത്തെ ഗഡുവിന്റെ കോളം നമുക്ക് അവിടെ വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ്, FTOS, ഇതെല്ലാം ഇനി ഓരോ മാറ്റങ്ങൾ ഇനിയിപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ജൂൺ മാസം തന്നെ, അപ്പോൾ നമ്മൾ 6ാം തീയതി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ ഡേറ്റ് കൺഫേം ആണോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പല്ല. എന്തായാലും PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉടൻ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിരവധി ആൾക്കാർക്ക് ഈ സ്റ്റാറ്റസ് നോക്കാൻ അറിയില്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. PM കിസാൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. PM കിസാന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല. അപ്പോൾ തൊട്ട് മുകളിലുണ്ട് നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ഒരു പേജിലേക്ക് വരുമ്പോൾ നമുക്ക് മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ കൊടുക്കാം. നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് താഴെ ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ആ ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് നമുക്കൊരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെത്തേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് തിരിച്ച് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള പേജിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റർ ദ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. തൊട്ട് താഴെയുള്ള ക്യാപ്ച അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ OTP നമുക്ക് വരുന്ന ഫോണിലേക്ക് വരുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം 19 വരെ വാങ്ങിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ 20ാമത്തെ ഗഡു എന്നുള്ളത് കാണാം. അല്ലെങ്കിൽ 2022 ശേഷം അപേക്ഷിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ 14, 15ാമത്തെ ഗഡുവാണ് ഇനി ലഭിക്കാനുള്ളത്. 15ാമത്തെ ഗഡു അവിടെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നതും കാണാം. ഓക്കെ, അങ്ങനെ വന്നിട്ടുള്ളവർക്കെല്ലാം PM കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതാണ്. വ്യക്തമായി നിങ്ങളുടെ ബാങ്ക് KYC യെസ് ആണോ എന്ന് നോക്കണം. ഈ KYC കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം എത്താനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള മാറ്റങ്ങളെല്ലാം തന്നെയും വെബ്സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.